ലച്ചുമോളെ, എന്തെടുക്കും അവിടെ? കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ കേട്ടോ. അയ്യോ എടി, നീ അത് നിലത്തിട്ട് പൊട്ടിച്ചോ? നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്ത് പണിയടി കാണിച്ചത്? എന്താ കാണിച്ചേന്ന്? ചേച്ചി, നിന്നെ ഞാൻ അയ്യോ, വാ 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 വാ, മോളെ ഒന്നും ചെയ്യില്ല ചേച്ചി, മോക്ക് അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതെയോ? ഇപ്പോഴേ കുറച്ച് നാളായിട്ട് ഇവൾക്ക് കൂടുമ്പോ ഇത്തിരി കൂടുതലാ. കണ്ടില്ലേ കാണിച്ചു വെച്ചേക്കുന്നത്? ലച്ചു, മോൾ അപ്പുറത്തേക്ക് പോയിക്കോ കേട്ടോ, നോക്കിപ്പോ ചെല്ല്. അതിന്റെ ചില്ല് പൊട്ടിക്കാണും. കുഴപ്പമില്ല, അത് പൊട്ടേണ്ടത് തന്നെയാ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? രഘുവേട്ടൻ ഫോട്ടോയിലുള്ളത് കൊണ്ടാണോ? രഘുവേട്ടൻ മാത്രമല്ലല്ലോ, ഞാനും മോളുമില്ലേ. ഈ ഫോട്ടോ കൊള്ളില്ലടി, അതാ ഞാൻ പറഞ്ഞത്. ചേച്ചി, ഈ പൊട്ടിയ ചില്ല അതിൽ നിന്ന് എടുത്ത് മാറ്റിയേക്ക്, കൈ തട്ടിയ മുറിയും. എടി, ഇത് തൽക്കാലം ഉമ്മറത്ത് കൊണ്ടുവയ്ക്കാം. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇങ്ങ് തന്നാ മതി, ഞാൻ മാറ്റി വെച്ചോളാം. ഏയ് വേണ്ട, നീ ഇതെടുത്തിട്ട് വേണം കൈയും കാലും ഒക്കെ മുറിയാൻ. അയ്യോ, ദേ മോനുടർന്ന് കരയുന്നു, നീ അങ്ങോട്ട് ചെല്ല്. ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടില് വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ സുധ? ഇല്ല. സത്യം പറഞ്ഞ സത്യൻ വിളിച്ചു പറഞ്ഞ് പ്രതിഭയെ കുറച്ചു ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കളാമെന്ന് മറ്റും പറഞ്ഞപ്പോ ശരിക്കും നെഞ്ചൊന്ന് പെടഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുശീലേ? എന്തു പ്രശ്നം? പ്രതിഭയ്ക്ക് മുഖക്കുരുവിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് അവിടെയാ നല്ലത്. നല്ല റെസ്റ്റും കിട്ടുമല്ലോ. ഇവിടെയാവുമ്പോ അടുക്കളയിലും മറ്റും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അത്ര ഉള്ള കാര്യം. സത്യൻ കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞില്ല. അതാ എനിക്കും പ്രഭയ്ക്കും ടെൻഷനായി പോയത്. മോള് വീട്ടിൽ വന്ന് നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് ഭർത്താവില്ലാതെ തനിച്ച് കുറച്ച് കൂടുതൽ ദിവസം വന്നു നിന്ന അച്ഛനമ്മമാരുടെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളാ. അങ്ങനെയുള്ള ടെൻഷനും വെപ്രാളവും ഒന്നും ഞാൻ ഇവിടെ ഉള്ളപ്പോ വേണ്ട. പ്രതിഭയ്ക്ക് നല്ല ക്ഷീണവും ഉണ്ട്. കുറച്ചു ദിവസം അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പ്രഭയോടും പറ. എത്ര വളർന്നാലും മക്കൾക്ക് അമ്മമാരുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനല്ലേ ഇഷ്ടം. അത് ശരിയാ. ഇപ്പൊ എനിക്ക് സമാധാനായി. സാധാരണ ഈ വീടും സത്യനെയും നിങ്ങളെയൊക്കെ വിട്ടിട്ട് വരാൻ പ്രതിഭ മടിക്കുന്നതാണല്ലോ. ഇത്തവണ വന്നു നിൽക്കാൻ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവിടുത്തെ ജോലിയും മറ്റും ഓർത്തിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ല, പ്രതിഭ ഒരാള് മാത്രമല്ലല്ലോ ഇവിടെ മരുമോളായിട്ടുള്ളത്. തൽക്കാലം അടുക്കള കാര്യങ്ങളൊക്കെ അനുപമ നോക്കട്ടെ, പിന്നെ സഹായത്തിന് ഞാനും ഉണ്ടല്ലോ. സത്യം പറയാലോ സുശീലേ, സുശീല എന്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പരിഗണന കൊടുത്ത് പറഞ്ഞു കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും ഉണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും പ്രതിഭ എന്റെ മകന്റെ ഭാര്യയല്ലേ. അതിന്റെ സ്നേഹം എനിക്ക് അവളോട് കാണാതിരിക്കൂ? പിന്നെ ഞാൻ പൊതുവെ സ്നേഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. തോന്നേണ്ടത് മനസ്സിലാ, അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല. അത് ശരിയാ. ഞാനേ ഏതായാലും മോളെ ഒന്ന് കാണട്ടെ. ശരി, അവളിപ്പോ റെഡിയായി കാണും. അകത്തേക്കല്ലേ? അമ്മ പറഞ്ഞ കാര്യം സത്യേട്ടനോട് പറഞ്ഞപ്പോ സത്യേട്ടനും എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞതും സത്യേട്ടൻ തന്നെയാ.
അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന സത്യേട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യനോട് ഞാൻ തന്നെയാ പറഞ്ഞത് പ്രതിഭ പോയിട്ട് വരട്ടേന്ന്. പിന്നെ സോനയെ പഠിക്കാനും അയച്ചിട്ട് നിന്നെ വീട്ടിലും പറഞ്ഞു വിട്ടിട്ട് അമ്മ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി കൂടിയാ പോയിക്കോളാൻ ഞാൻ പറഞ്ഞത്. അതത്ര അറിയാൻ എന്തിരിക്കുന്നു? അനിച്ചേച്ചി ഇവിടെ ഒറ്റയ്ക്കിട്ട് കഷ്ടപ്പെടുത്താൻ തന്നെയാ അമ്മയുടെ പ്ലാൻ. അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഈ വീട്ടിലെ ജോലികളല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യാൻ പറയാനാ? ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമല്ല. അതൊക്കെ എത്ര നാള് ചെയ്യണമെന്ന് വെച്ചാലും ഞാൻ ചെയ്യും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം.